ശിവാനി, എന്താ വല്ലാതിരിക്കുന്നേ? എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അല്ലേന്ന് നീ എന്നോട് തന്നെ ചോദിക്കുകയാണെങ്കിൽ പിന്നെ അതിലെന്തോ കുഴപ്പമുണ്ടെന്നല്ലേ അർത്ഥം? നീ ആദ്യം വീട്ടിലേക്ക് വന്നതുപോലെയല്ല ഇപ്പൊ. എവിടെയോ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളതുപോലെ. അതായത് ഈ വീട്ടിലുള്ള എല്ലാവരെയും ആദ്യമായിട്ട് കാണുന്നത് പോലെയാ. ഇതൊക്കെ കാണുമ്പോ എനിക്ക് ഈ വീട്ടിലുള്ളവർ നിന്നോടെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോന്ന് തോന്നുക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് തുറന്നു പറയാം, അത് സോൾവ് ചെയ്യാം. അയ്യോ, ഈ വീട്ടുകാരെ കൊണ്ട് എനിക്കെന്ത് ബുദ്ധിമുട്ടാ അമ്മാവാ? അങ്ങനെയാണെങ്കിൽ നീ കാരണം ഈ വീടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഞാൻ കാരണം ഈ വീടിന് എന്ത് സംഭവിക്കാനാ അമ്മാവാ? പിന്നെന്തിനാ മോള് ഇവിടെ ആകെ എന്തോ പ്രശ്നമുള്ളത് പോലെയാണല്ലോ ബിഹേവ് ചെയ്യുന്നേ? അങ്ങനെയൊന്നുമില്ല അമ്മാവാ. ഇവിടെയുള്ള എല്ലാരെയും കാണുമ്പോ ഈ വീട്ടിലേക്ക് മരുമകളായിട്ട് വരാൻ മാത്രം എന്ത് പുണ്യ ഞാൻ ചെയ്തെന്ന് എനിക്ക് തോന്നാറ്. അതിനെക്കുറിച്ച് ആലോചിക്കായിരുന്നോന്ന് മാത്രം. ആ, അത് സത്യം. ശിവാനി, ഈ സംസാരവും പെരുമാറ്റവും ഒക്കെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഉടനെയാണെങ്കിൽ നന്നായിരുന്നേനെ. ഇതിപ്പോ പറയുകയാണെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണവും കഴിഞ്ഞ് ഇത്രയും നാളാവുകയും ചെയ്തു. മോളിപ്പോ അമ്മയാവാനും പോവാ. ഈ സമയത്ത് ഇങ്ങനെയൊക്കെ പറയാന്ന് വെച്ചാ അയ്യോ, ഐ എം സോറി. നീ ഇപ്പൊ പ്രഗ്നന്റ് ആണല്ലോ. മോൾ അവിടെ ഇരിക്കാൻ നോക്ക്, വന്നിരിക്കേ. നല്ല കാര്യം പറയാൻ വേണ്ടി എന്തിനാ നല്ല സമയം നോക്കുന്നേ അമ്മാവാ? നീ വലിയ നാടകക്കാരി നാഗറാണിയാണല്ലോ. നിന്റേതല്ലാത്ത ഈ വീട്ടിലേക്ക് വന്നു കയറി എന്റെ മകനെയും കല്യാണം കഴിച്ച് ഈ വീട്ടിലുള്ളവരെ മുഴുവൻ കയ്യിലെടുത്ത് അവരെ എങ്ങനെ നശിപ്പിക്കണമെന്ന് ആലോചിച്ചോണ്ടിരിക്കുകയായിരിക്കും നീ. വീട്ടിലുള്ളവരെല്ലാം പാവങ്ങളാ, അവരെ ഞാൻ ഉറപ്പായിട്ടും രക്ഷിക്കും. പക്ഷെ അതിനു മുമ്പ് നിന്റെ കഥ ഞാൻ കഴിക്കൂടി. അമ്മാവൻ എന്താ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഒന്നുമില്ല മോളെ. മോള് ശരിക്കും ഈ വീടിന്റെ സൗഭാഗ്യ, ഈ വീടിന്റെ പുണ്യ. മോൾക്കൊന്നും സംഭവിക്കാതെ ഈ വീട്ടിൽ തന്നെ എന്നും ഉണ്ടാവാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചോണ്ടിരിക്കുകയായിരുന്നു. അമ്മാവന്റെ ആശീർവാദം ഉണ്ടെങ്കിൽ ആ ദൈവം എന്ന് എന്റെ കൂടെ തന്നെ ഉണ്ടാവും. എന്താന്നറിയില്ല, അമ്മാവന്റെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോ വല്ലാത്തൊരു സമാധാനം തോന്നി എന്റെ മനസ്സിന്. ആദ്യമൊക്കെ ഇവളെന്നെ കൊച്ചമ്മാവെന്നല്ലേ വിളിച്ചോണ്ടിരുന്നേ. അത് മാറ്റിയപ്പോൾ എന്നെ അമ്മാവെന്നാണല്ലോ വിളിക്കുന്നത്. ഇനിയിപ്പോ ഞാൻ ധനഞ്ജയനല്ല ദിഗ്വിജയനാണെന്നുള്ള കാര്യം ഇവൾക്കെങ്ങാനും മനസ്സിലായോ? പങ്കു, എന്ത് അടിപൊളി റിസോർട്ടായത്. നമ്മുടെ ഹണിമൂൺ ഇങ്ങനത്തെ ഒരു റിസോർട്ട് ബുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. നിന്റെ അച്ഛൻ ഏതൊരു പൊട്ട ഹോട്ടലാ ബുക്ക് ചെയ്തേ. വേണ്ടോ? ആ പങ്കു, സ്ട്രോങ് പാർട്ടിയാന്നാ തോന്നുന്നത്. എങ്ങനെങ്കിലും സംസാരിച്ച് നാടകം ബുക്ക് ചെയ്യിക്കണം. അതെ, എനിക്കും ഇപ്പൊ നാടകം കളിക്കാൻ നല്ല ആഗ്രഹം തോന്നുന്നുണ്ട്. മുഖത്ത് എപ്പോ മേക്കപ്പ് ഇടുവെന്ന് കാത്തിരിക്കുക ഞാൻ. പക്ഷേ നമ്മള് നാടകം കളിച്ചാലുണ്ടല്ലോ ആ വീട്ടുകാർക്ക് മനസ്സിലാവും. അതോടെ നമ്മുടെ ശൈലോടെ പെട്ടുപോകും. അത് ശരിയാണല്ലോ. അവരെന്നെ ഫോൺ ചെയ്തപ്പോ നാടകത്തോടുള്ള അതിയായ ആഗ്രഹം കൊണ്ട് പറ്റില്ല എന്നൊട്ട് പറഞ്ഞില്ല. നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്യാൻ. നീ വാ. നമസ്കാരം. നമസ്കാരം. വരൂ 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 വരൂ. വരൂ, ഇരിക്കൂ. കം ഡാർലിംഗ്. നിങ്ങളോട് ഫോണിൽ സംസാരിച്ചതേ ഞാനാ. രാമനാഥൻ എന്നാ പേര്. നമസ്കാരം. പിന്നെ കുടിക്കാൻ എന്താ വേണ്ടേ? കോഫി, ടീ, പാല്, ഹോട്ട് ഡ്രിങ്ക്സ്? അതൊന്നും വേണ്ട, നേരെ കാര്യത്തിലേക്ക് കിടക്കാം നമുക്ക്. ഓക്കെ.
അത് നമ്മുടെ അമ്പലത്തിലെ ഉത്സവം നടത്തുന്നുണ്ട്. ഞങ്ങളുടെ ആഗ്രഹം അവിടെ ഒരു നാടകം നടത്തണമെന്നാ. എന്താ പേര്? സ്വപ്നസുന്ദരി. ഇപ്പൊ ഞങ്ങൾ നാടകം കളിക്കുന്നില്ല. നിങ്ങൾക്കിപ്പം ഞങ്ങളുടെ നമ്പർ കിട്ടി വിളിച്ചതുപോലെ എല്ലാവരും ഇതുപോലെ വിളിച്ച് നാടകം കളിക്കുന്ന പറഞ്ഞ് ഭയങ്കര നിർബന്ധ. എന്താന്ന് വെച്ചാ ഞങ്ങളുടെ പ്രധാന നടി ഷൈലുവിന് കല്യാണാലോചന നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അവള് കാണില്ല. ഞാനും എന്റെ ഭാര്യയും ബാക്കിയുള്ളവരും കൂടി നാടകം കളിക്കാൻ പോരെ? ഞങ്ങളുടെ ഇവിടുത്തെ അവസാനത്തെ നാടക. സ്റ്റേജിൽ നിന്ന് എല്ലാവർക്കും കൈവീശി യാത്ര പറയണമെന്നുണ്ട്. അപ്പൊ ഞാനും ഭാര്യയും കൂടി നാടകം കളിക്കട്ടെ. ഈ ഷൈലു ആരാ? അതെന്റെ അനിയത്തിയുടെ മോളാ. ഓഫ് കോഴ്സ്, ഞങ്ങളുടെ സ്വന്തം മോള് തന്നെ. ശിവാനി? ശിവാനി ശിവാനി ആരാണെന്നാണ് എന്റെ ചോദ്യം. നാടകത്തിലെ തോക്ക്. ഇങ്ങനത്തെ തോക്ക് ഞാൻ കുറെ ഉപയോഗിച്ചിട്ടുണ്ട്. തനിക്കിത് കണ്ടിട്ട് അങ്ങനെയാണോ തോന്നിയത്? ഇത് ശരിക്കുള്ള ഗന്ന ചേട്ടാ. ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ശിവാനി ആരാണ്? പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവിടെ വന്നിരിക്കുന്നത് ശിവാനി അല്ല. അല്ല ചേട്ടാ, അവള് ഞങ്ങളുടെ മകളാ, ഷൈലു. കള്ളം പറയുന്നല്ലേ? അടിക്കല്ലേ ചേട്ടാ, അടിക്കല്ലേ. ഞങ്ങള് പറയുന്നത് സത്യ. ദേവി ഇത് ഞങ്ങൾ പറയുന്നത് വിശ്വസിക്കേട്ടാ. ദേവി ഇത് തല്ലല്ലേ, സഹിക്കാൻ പറ്റണില്ല. പിന്നെ അതിരിക്കാതെ മര്യാദക്ക് അവൾക്ക് ഫോൺ ഫോൺ ചെയ്തിട്ട് വരാൻ പറ. ഇല്ലെങ്കിൽ രണ്ടുപേരും ജീവനോട് ഇവിടുന്ന് പോവില്ല. വേഗം എല്ലായിടും വേഗം ലോക്ക് ചെയ്യ. ഇതാരാ ഇപ്പൊ എന്നെ വിളിക്കാൻ? അമ്മാവനോ? അമ്മാവനെന്താ ഇപ്പൊ വിളിക്കുന്നു? പറ അമ്മാവ. ഷൈലു, അമ്മാവ. ഷൈലു നാടകം മുക്കേരാന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് തോക്ക് കാണിച്ച് പേടിപ്പിക്കുക മോളെ. ആരാ അമ്മാവ? അവർക്ക് എന്താ വേണ്ടത്? എനിക്കറിയില്ല മോളെ. നീ തന്നെ ഇവിടെ വന്ന് നീ തന്നെ കൊണ്ടുപോകണമെന്നാ പറയുന്നത്. ഇല്ലെങ്കിൽ ഞങ്ങളെ കൊന്നു കളയുന്നു. നോക്ക്, വെറുതെ തമാശ കളിക്കല്ലേ അമ്മാവ. തമാശ കളിക്കേണ്ട സമയമാണോ ഇത്? ആരോ നാടകത്തിന്റെ പേരും പറഞ്ഞ് വിളിച്ചു അത്രേ. അവരെ കാണാൻ ചെന്നപ്പോഴേക്കും അങ്ങ് പിടിച്ചു വെച്ചു. കളിക്കല്ലേ അമ്മാവ. ഹലോ നാടക നടി. അമ്മാവനും അമ്മായി ഇപ്പൊ പറഞ്ഞത് സത്യമാണ്. അവർ രണ്ടുപേരും ഇപ്പൊ എന്റെ കസ്റ്റഡിയിലുണ്ട്. ആരാ നീ? എന്താ വേണ്ടത് നിനക്ക്? എന്തിനാ അവരെ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നീ? മാഡം, കിഡ്നാപ്പ് ചെയ്തതിന് ശേഷമാണ് അറിഞ്ഞത് ഇവരെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ലെന്ന്. അതുകൊണ്ട് നീ നല്ല കുട്ടിയായിട്ട് ഇവിടെ വന്ന് ഞാൻ പറയുന്നതെല്ലാം കേട്ടിട്ട് ഇവരെ നീ അങ്ങ് കൊണ്ടുപോയിക്കോ. അതാണ് നിനക്ക് ഞാൻ തരുന്ന ടാസ്ക്. മോളെ, ഇവന്മാരൊക്കെ രാക്ഷസന്മാരെ പോലെ ഉണ്ട്. വന്നാ നിന്നെ വെച്ചേക്കല. വേണ്ട മോളെ, വരല്ലേ. ഇവര് നിന്നെ ഉപദ്രവിക്കും. അയ്യോ മോളെ, നീ വരണ്ട. ഇവര് വേടി വെക്കും. വീഡിയോ കോൾ ചെയ്ത് കാണിക്കട്ടെ? ഹായ് ബേബി. ഇതാണ് നിന്റെ അമ്മാവന്റെ അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇവർ ജീവിച്ചിരിക്കണോ അതോ വേണ്ടയോ? ഞാൻ പറയുന്ന കേക്ക്. അവരൊന്നും ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ നീ എന്ത് ചെയ്യണമെന്ന് പറയാം. എത്രയും വേഗം നീ ഇവിടെ എത്തണം. അത് ഒറ്റയ്ക്ക് തന്നെ വേണം.
നീ വരുന്ന കാര്യം വേറെ ആരോടെങ്കിലും പറഞ്ഞാൽ അതോടെ ഇവരുടെ കഥ കഴിയും. 2 പ്രാണന്റെ കൂടെ നിന്റെ പ്രാണനും പോകണ്ട എന്നുണ്ടെങ്കിൽ നീ വേഗം ഇവിടെ വാ. ഞാൻ പറയുന്നത് കേക്ക്. ഇവരെ വന്ന് വിളിച്ചോണ്ട് പൊക്കോ. ഇല്ല എങ്കിൽ 2 ശവം വീഴും. ഇല്ല, വേണ്ട, ഞാൻ വന്നോളാം. ഞാൻ ഇപ്പൊ തന്നെ വന്നോളാം. വന്നില്ല എങ്കിൽ ഇവരെ 2 പേരും ദൈവത്തിന്റെ അടുത്തേക്ക് വിടും. അഡ്രസ് ശരിക്കും കേട്ടോ. കനകദുർഗയുടെ അടുത്തുള്ള മൗണ്ട് ഫാം ഹൗസ്. വരുമല്ലോ അല്ലേ? ഞാൻ വന്നോളാം. എത്രയും പെട്ടെന്ന് വന്നാൽ അത്രയും വേഗം നിനക്ക് നിന്റെ അമ്മാവനെ അമ്മായിയും കൊണ്ടുപോകാം. പിന്നെ ഒരു കാര്യം, ഞാൻ പറഞ്ഞതുപോലെ തന്നെ കേട്ട് നിന്റെ അമ്മാവനെ അമ്മായിയും കൊണ്ടുവയ്ക്കോ. തൃശൂൽ, എന്താ മോനെ, എന്തു പറ്റി? ഒന്നല്ലേ ഇരിക്കെ. പിന്നെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? എന്താ കാര്യം മോനെ? അമ്മ, എനിക്ക് അമ്മയോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. പറയടാ. എന്നോട് പറയാൻ എന്തിനാ ആലോചിക്കുന്നേ? മനസ്സിലൊരു കാര്യമുണ്ട്, പക്ഷെ അത് എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എന്നുവെച്ചാ? എന്റെ ഭാഗത്തുനിന്നൊരു തെറ്റാണെന്നറിയില്ല, പക്ഷെ അത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അറിയില്ല, എനിക്കെന്തോ ഒരുമാതിരി ടെൻഷൻ ആവുന്ന പോലെ. എന്ത് കാര്യമാണെങ്കിലും പറയ്. അമ്മ, ഞാൻ താലി കിട്ടിയമ്മേ. എന്തൊക്കെയാടാ നീ പറയുന്നത്? താലി കിട്ടിയെന്നോ? ആരെ? എപ്പോ? അത് ശൈലുവിന്റെ കഴുത്തിലമ്മേ. എന്തൊക്കെയാടാ നീ പറയുന്നത്? നിന്റെ ബുദ്ധി കെട്ടുപോയോ? നമ്മളെ അവർ ഈ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നത് എന്തിനാന്ന് നീ മറന്നോ? എന്ത് പൊട്ടത്തരങ്ങളാണ് നീ കാണിക്കുന്നത്? അമ്മേ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എന്താ ഇനി കേൾക്കാനുള്ളത്? താലി കെട്ടുന്നതിന് മുമ്പ് പറയണായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങനെയല്ല അമ്മേ. ശൈലുവിന്റെ താലി കാണാതെ പോയി. അത് അന്വേഷിക്കാൻ വേണ്ടി പോയ സമയത്ത് അവിടെ മറ്റൊരു രീതിയിലായിരുന്നു അവളുടെ പെരുമാറ്റം. താലി കെട്ടാനായിട്ട് എന്നെ നിർബന്ധിക്കായിരുന്നു. അതുകൊണ്ട് നീ അങ്ങ് കെട്ടണായിരുന്നോ? ഇല്ലമ്മേ. അമ്മ, ആ സമയത്ത് മറ്റൊരു രീതിയിലായിരുന്നു കാര്യങ്ങള്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്വാമിജിയെ കാണാറുണ്ടെന്ന് അമ്മയോട് പറയാറില്ലേ? അദ്ദേഹം തന്നെ നേരിട്ട് വന്ന് അവളെ തന്നെ കല്യാണം കഴിക്കാൻ എന്നോട് പറഞ്ഞു. എനിക്കെന്തോ ഈശ്വരൻ തന്നെ നേരിട്ട് ഇറങ്ങി വന്ന് കല്യാണം നടത്തിയത് പോലെ തോന്നിയത്. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയെന്നെ. തൃശൂൽ, നിന്റെ ഭാര്യ ശിവാനിയാണ്. ശിവാനി മാത്രം. ശൈലു നാടകക്കാരിയാണ്. അവൾ ഈ വീട്ടിൽ വന്നത് ശിവാനിയുടെ വേഷം കിട്ടാൻ വേണ്ടി മാത്രമാണ്. ശിവാനി ആവാനല്ല. അമ്മേ, അവള് ശിവാനിയല്ല, ശൈലു ആണെന്ന് തന്നെയാണ് ഞാനും ആദ്യം കരുതിയിരുന്നത്. പക്ഷെ ഈയിടെയായിട്ട് അവള് തന്നെയാണ് എന്റെ ശിവാനി എന്ന് എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുക. അതെന്റെ ശിവാനി തന്നെ അമ്മേ. എന്തൊക്കെ നീ പറയുന്നത്? അവളെ കാണാൻ ശിവാനിയെ പോലെ ഉണ്ടെന്ന് കരുതി അവള് ശിവാനി ആവാനുള്ള എന്ത് സാധ്യതയുള്ളത്? അമ്മ ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾക്കെല്ലാം എന്റെ കയ്യിൽ ഒരു ഉത്തരവില്ല. പകരം 1000 ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അവള് തന്നെയാണ് എന്റെ ശിവാനി എന്ന് ഉറപ്പിക്കാനായിട്ട് എന്റെ കയ്യിൽ 100 കാരണങ്ങളുണ്ട്. എല്ലാ തവണയും അവളെ കാണുമ്പോഴും കാര്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോഴും അവള് തന്നെയാണ് ശിവാനി എന്ന് എന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുക. കാണാൻ ഒരുപോലെ ഇരിക്കുന്നവർ പറയുന്നതും ഒരുപോലെ തോന്നും. അതൊക്കെ സ്വാഭാവികമായ കാര്യമാണ്. എന്ന് കരുതി അവള് നിന്റെ ശിവാനി ആവണമെന്നുണ്ടോ? അമ്മ, ശിവാനിക്ക് മാത്രം അറിയാവുന്ന എന്റെ ഒരുപാട് കാര്യങ്ങൾ അവളുടെ വായിൽ നിന്ന് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. എന്നിട്ടും അവൾ എന്റെ ശിവാനിയല്ലെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കുക? അമ്മ, അവളുടെ സംസാരമൊക്കെ കേൾക്കുമ്പോ അവള് തന്നെയാണ് എന്റെ ശിവാനി എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടെന്ന്. അവളിങ്ങനെ ആർക്കും വിട്ടുകൊടുക്കരുതെന്ന് എന്റെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിന്റെ മനസ്സിൽ ശരിയെന്ന് തോന്നുന്നതെല്ലാം ശരിയാവണമെന്നില്ലല്ലോ. പക്ഷെ അത് തന്നെയാണ് സത്യമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടമ്മേ. പക്ഷെ അതൊന്ന് ഉറപ്പിക്കാനായിട്ട് കൃത്യമായിട്ടുള്ള ഒരു കാരണം മാത്രം കിട്ടുന്നില്ല. എന്നെ എന്റെ ശിവാനിയെ തട്ടിപ്പറിച്ച ദൈവം തന്നെ അവൾ എനിക്ക് വീണ്ടും തിരിച്ചു തന്നിരിക്കുക.
എത്രയും പെട്ടെന്ന് ഇതുവരെയുള്ള എല്ലാ സംശയങ്ങളും മാറ്റി അവൾ തന്നെയാണ് എന്റെ ശിവാനി എന്ന് ഉറപ്പായിട്ട് ഞാൻ എല്ലാവരുടെ മുമ്പിൽ തെളിയിക്കും. ഞാനും അതിനുവേണ്ടി കാത്തിരിക്കുക. ആരാ അവൻ? അമ്മാവനെ അമ്മായി എന്തിനാ കിഡ്നാപ്പ് ചെയ്തേക്കുന്നേ? എന്തായിരിക്കും അവന്റെ ഉദ്ദേശം? എന്തിനാ എന്നോട് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നേ? ഞാൻ കല്യാണം കഴിഞ്ഞവളല്ലേ. ഇനി എന്ത് തീരുമാനമാണെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്നത് ശരിയല്ല. ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് പുറത്തു പോവാനും പറ്റില്ലല്ലോ. ഞാൻ എന്താ ചെയ്യാ ഇനി? ഹായ് മോളെ, അമ്മാവന്റെ അമ്മായിയുടെ അവസ്ഥ കാണണ്ടേ? കാണ്, ശരിക്കും കണ്ടോ? ഇനി പറ, നിന്റെ ആഗ്രഹം എന്താണ്? നിന്റെ അമ്മാവനും അമ്മായിയും ജീവനോടിരിക്കണമെന്നല്ലേ? ഓ, ഏയ് കൂൾ, അത്ര പെട്ടെന്ന് ഞാൻ കൊല്ലില്ല. നീ താമസിക്കും തോറും മരണം ഇവരുടെ അടുത്തേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. വരുമല്ലോ അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വന്നോളാം. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പറ്റിക്കാൻ നോക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാനിവരെ കൊന്നിരിക്കും. അതെ, ഞാൻ പറയുന്നത് പോലെ കേട്ടാൽ എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ മരണം, ശ്മശാനം, കരച്ചില്, പിഴിച്ചില്, ബഹളം, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? വന്നേക്കാം, ഞാൻ എത്രയും പെട്ടെന്ന് എത്തിയേക്കാം. ഒന്ന് വേഗം വാ ബേബി, ഞാൻ ഫുള്ള് റൊമാൻറ്റിക് മൂഡിലാണ്. വാ ദിഗ്വിജയ, നാം കരുതിയിരുന്നത് പോലെ തായി ജ്വാലമാലിനിയുടെ ആശീർവാദം നമുക്ക് ലഭിച്ചിരിക്കുന്നു. എത്രയും വേഗം മഹാപ്രേരണ പൂജ നടത്തണം. പൂജയുടെ ഫലമായി മഹാശക്തികൾ ലഭിക്കും. നാം ആഗ്രഹിച്ചതെല്ലാം നടക്കും. ധൈര്യമായിരിക്കൂ, ഭയപ്പെടേണ്ട. എന്റെ മനസ്സിൽ നിന്ന് ഭയം പോകണമെങ്കിൽ ആ നാഗറാണിക്കൊരു ചിതയൊരുക്കണം. ആ ചിതയില് അവളുടെ ദേഹം കത്തി എരിയുന്നത് എനിക്ക് കാണണം. ഓരോ നിമിഷം അവളെ കാണുമ്പോ അവൾ എന്റെ നെഞ്ചിൽ ചവിട്ടി ഭൂമിയിലേക്ക് ചവിട്ടി താഴ്ത്തുന്നത് പോലെ എനിക്ക് തോന്നുന്നേ. അവളിപ്പോ എന്നെ നോക്കുന്നത് തന്നെ ഞാൻ ധനഞ്ജയനല്ല ദിഗ്വിജയനാണെന്ന് മനസ്സിലാക്കിയതുപോലെ. ഇനി അങ്ങനെ എങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയക്ക് തന്നെ വേണം. ഭയപ്പെടേണ്ട ദിഗ്വിജയ, തായി ജ്വാലമാലിനി നമുക്ക് അഭയം നൽകിയിരിക്കുന്നു. ആ ഒരൊറ്റ വിശ്വാസം കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഗുരുക്കളെ. എന്നാലും ആ ഭയം എന്നെ ഇപ്പോഴും വിട്ടുപോകുന്നില്ല. അവൾ മരണം വരിക്കുന്നതിന് മുൻപ് മറ്റെല്ലാ വിഘ്നങ്ങളും മാറാൻ പൂജ നടത്തേണ്ടതുണ്ട്. ആ വിഘ്നങ്ങളോടൊപ്പം നിന്റെ ഭയവും അകലുന്നതാണ്. ഗുരുക്കളെ, മരണത്തെ മുഖാമുഖം കണ്ട് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് ഓടി വന്നവർക്ക് പിന്നീട് ഒരിക്കലും ധൈര്യമായിട്ടിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എത്രയും വേഗം ഏത് പൂജയാണ് നടത്തേണ്ടതെന്ന് വെച്ചാൽ അത് നടത്തി അവളെ ബന്ധിക്ക്. ആവേശം കാട്ടി എടുത്തു ചാടി നടത്തേണ്ട പൂജയാണിതെന്ന് കരുതേണ്ട ദിഗ്വിജയ. ചിട്ടവട്ടങ്ങൾ ഒന്നൊന്നായി ഒരുക്കി മനസ്സർപ്പിച്ച് നടത്തേണ്ട മഹാപ്രേരണ പൂജയാണിത്. ഇതാണ് അവസാനത്തെ പൂജ. എല്ലാ വിധിവിധാനങ്ങളെയും അനുസരിച്ചെങ്കിൽ മാത്രമേ വിജയം നമുക്ക് സാധ്യമാകൂ. പൂജയ്ക്ക് മുൻപായി തയ്യാറെടുപ്പുകൾ വേണം. അതും പൂജ പോലെ തന്നെ പ്രധാനം. ഒരുക്കങ്ങൾ തീർന്നാൽ അന്തിമ പൂജ. ധൈര്യമായിരിക്കൂ, തായി ജ്വാലമാലിനിയുടെ ആശീർവാദം നമുക്ക് മേലുണ്ട്. ഭയപ്പെടേണ്ട. ശരി ഗുരുക്കളെ, ഞാനിങ്ങനെ വേഗം വേഗം ഒന്ന് ധൃതി പിടിക്കുന്നതില് ദയവ് ചെയ്ത് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. ഓരോ ദിവസവും അവളുടെ നോട്ടം എന്നിലേക്ക് പതിക്കുമ്പോ ഒരു തരം മരണഭയം എനിക്ക്. അതുകൊണ്ട് അവളെ എങ്ങനെയെങ്കിലും കൊന്നിട്ട് അവളുടെ കൈവശമുള്ള ആ നാഗമാണിക്യം സ്വന്തമാക്കിയേ കഴിയൂ. അവളുടെ മുഖം ഓരോ ദിവസവും കാണുമ്പോ കൊന്നുകളയാനാ തോന്നുന്നേ. പക്ഷേ നിങ്ങൾ എനിക്കുണ്ടായിരുന്ന ശക്തി തിരികെ തരുന്നത് വരെ
എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ചിന്തിച്ചുഴലേണ്ട ദിഗ്വിജയ, ഇവിടെ ക്ഷമയാണ് കാട്ടേണ്ടത്.